ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിരുന്നായിരിക്കും. ഞാനതിൽ ജർമ്മനിക്ക് പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ കയറാൻ പോവുകയാണ് അകത്തോട്ട്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് വലിയ മേജറായിട്ടുള്ള പ്രശ്നമൊന്നും അല്ലായിരുന്നു. ലൈക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അഡീഷണൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കാണിക്കുന്നുണ്ടായില്ല. ദുബായ് ടു ഫ്രാങ്ക്ഫർട്ട് മാത്രമാണ് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എമിറേറ്റ്സിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ദുബായിലായിരുന്നല്ലോ ഓവർ. അപ്പോൾ നമ്മൾ കൊച്ചി ടു ദുബായ് അത് കാണിക്കുന്നുണ്ടായില്ല. ദുബായ് ടു ഫ്രാങ്ക്ഫർട്ട് മാത്രമായിരുന്നു ആ വെയിറ്റ് കാണിക്കുന്നുണ്ടായുള്ളൂ. അതിൻ്റെ ചെറിയ ഒരു വിഷയങ്ങളൊക്കെ വന്നു. ദെൻ അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത്, നമ്മുടെ കയ്യിൽ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ദിർഹം മാറാൻ വേണ്ടി പോയി എക്സ്ചേഞ്ചിൽ. അത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ, അതായത് കുറച്ച് എമൗണ്ട് നമുക്ക് നഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ആൻഡ് ദെൻ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. ദെൻ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം തപ്പി നടന്നു. നിങ്ങൾക്കറിയാമല്ലോ, എയർപോർട്ടിലെ ഫുഡൊക്കെ നല്ല എക്സ്പെൻസീവാണ്. ദെൻ കുറേ നേരം തപ്പി നടന്നതിന് ശേഷം ഞങ്ങൾ ഒരു ഇത് പിടിച്ചു. ആൻഡ് ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ നെയിം എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഒരു സാൻഡ്വിച്ചും കോഫിയായിരുന്നു. സാൻഡ്വിച്ച് ഒരു ഡീസൻറ്റ് ഐറ്റം ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബട്ട് അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഗ്യാസ് കയറി ഗൈസ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. ഗ്യാസ് കയറിയുണ്ട് മാത്രം. ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. ആൻഡ് കോഫി കുടിച്ച് ഞങ്ങൾ വാഷ്റൂമിൽ കാര്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ദെൻ ആഫ്റ്റർ എ ലോങ് വെയിറ്റ്, കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. എനിക്കറിയില്ല, ഒരുപാട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതും ഫസ്റ്റ് ഫ്ലൈറ്റ് എമിറേറ്റ്സിൽ ഫ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്. ആൻഡ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഗൈസ്, അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി കയറി. ആൻഡ് നമ്മൾ ഫ്ലൈറ്റിലിരുന്നു. ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറേ നേരത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടിപൊളി ഒരു ഇതല്ലേ, എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു ലക്ഷറി ഫീലായിരുന്നു. ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഡേ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യും ഗൈസ്. ആൻഡ് ദെൻ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. അതിൻ്റെ വിഷമം ഞങ്ങൾക്കുണ്ട്. ആൻഡ് ദെൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ അടുത്ത് ദുബായിലോട്ട് ഫ്ലൈ ചെയ്യുന്നൊരു ആളായിരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങൾക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കുറച്ച് കാര്യങ്ങൾ, സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. ആൻഡ് ദെൻ നമ്മൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ഞങ്ങളിങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിരുന്നു. എൻ്റെ ഫോണിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ മീൽ വന്നു. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വെട്ടമൊക്കെ കുറവാണ് കേട്ടോ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ മീൽ വന്നു. എനിക്കറിയില്ല, വേറെ ഫ്ലൈറ്റിലൊന്നും ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ ഫ്ലൈറ്റിൽ എങ്ങനെയാണ് മീൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ യോഗേർട്ട് അടിപൊളിയായിരുന്നു. യോഗേർട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. ആൻഡ് ദെൻ ഈ ഒരു റസ്ക് പോലത്തെ സാധനം, ഇതും അടിപൊളിയായിരുന്നു. ബാക്കിയൊന്നും അത്ര രസമുണ്ടായില്ല. ഓംലെറ്റ് ഒരു മീലായിരുന്നു മെയിൻ കോഴ്സായിട്ട് വന്നിരുന്നത്. അതൊന്നും അത്ര രസമുണ്ടായില്ല. പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പലതും അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ വിൻഡോ ഇങ്ങനെ വ്യൂ കാണാനായിട്ട്. കാരണം ജസ്റ്റ് നേരം വെളുത്ത് വരുന്ന ഒരു ടൈമല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. സൺറൈസ് ആ ഒരു ടൈമല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ആ വിൻഡോ സീറ്റിൽ ഉണ്ടായ പുള്ളി ഒന്നും നോക്കുന്നുണ്ടായില്ല. ആ വിൻഡോ സീറ്റ് ഞങ്ങൾക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. ആൻഡ് നമ്മുടെ ഫ്ലൈറ്റ് ഫൈനലി ലാൻഡ് ചെയ്തു. ആൻഡ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഫൈനലി ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. ആൻഡ് ദെൻ അതിനുശേഷം ദിർഹമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഫുഡ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് 7 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തു. അപ്പോൾ ഈ വാറിൻ്റെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ആൻഡ് ദെൻ ഞങ്ങളെയൊക്കെ സേഫാക്കി ഓരോ ഷോപ്സിൻ്റെ അകത്തോട്ട് നിർത്തുകയൊക്കെ ചെയ്തു. ദെൻ ഞങ്ങൾ വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച്. ആൻഡ് ദെൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ വെയിറ്റിന് ശേഷം ഉറക്കം വന്ന് മടുത്തായിരുന്നു. ഫ്ലൈറ്റിനേക്കാൾ മടുത്തത് ശരിക്കും ലേ ഓവറാണ് കേട്ടോ. ആൻഡ് ദെൻ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് മക്ഡൊണാൾഡ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ബർഗറും നഗറ്റ്സുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നത്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആൻഡ് അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. 44 ദിർഹംസാണ് ഞങ്ങൾക്ക് അതിനായത്. ദെൻ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന അവിടെ വന്നിരുന്നു. ആൻഡ് ദെൻ കുറേ വെയിറ്റിന് ശേഷം അവിടെ നിന്ന് പിന്നെ കുറച്ച് മലയാളി സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു.
ആൻഡ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം കുറച്ച് പേരോട്ട് മിണ്ടുമൊക്കെ ചെയ്തു കേട്ടോ. ആൻഡ് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ അവർ വിളിക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഫ്ലൈറ്റ്. ആൻഡ് അടിപൊളിയായിരുന്നു. ലൈക്ക് ഇത് കണ്ടപ്പോൾ വീണ്ടും എക്സൈറ്റ്മെൻറ്റ് കൂടി. ഫസ്റ്റ് ഫ്ലൈറ്റ് നല്ല സുഖമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ആൻഡ് ഫൈനലി ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇതും അടിപൊളി ഫ്ലൈറ്റായിരുന്നു കേട്ടോ. മറ്റേ പോലെ തന്നെ നമുക്ക് പില്ലോ അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റും ഉണ്ടാകും, പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ടാകും. ഈ എമിറേറ്റ്സിലെ എയർ ഹോസ്റ്റസൊക്കെ ശരിക്കും ക്യാബിൻ ക്രൂ ഭയങ്കര ഭംഗിയാണ് മീൻസ് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഞങ്ങൾ നല്ല പട്ടിക്കോലത്തിലായിരുന്നു കാരണം വയ്യാണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 o'clock എടുക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു 2:30 or 45 എന്തോ ആയി എടുത്തു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ പരിപാടികളൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് സെക്കൻഡ് ഫ്ലൈറ്റ് ആയപ്പോഴത്തേക്കും പഠിച്ചു, നമ്മൾ പുലികളാണല്ലോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റിലെ മീലും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ഐ തിങ്ക് ഒരു ചിക്കൻ മീലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് കമ്പാരിറ്റീവ്ലി മറ്റതിനേക്കാളും ബെറ്ററായിരുന്നു. ആൻഡ് ഈ ഒരു ചിപ്സ് പോലത്തെ സാധനം ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ട് ചിക്കൻ, അതുപോലെ പൊട്ടറ്റോ വെഡ്ജസ് വന്നു. പൊട്ടറ്റോ വെഡ്ജസ് ഞാൻ അങ്ങനെ കഴിച്ചില്ല കാരണം ഗ്യാസിൻ്റെ ഇഷ്യൂ വരുമല്ലോ എന്ന് വിചാരിച്ച്. ആൻഡ് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല, ഞാൻ കഴിച്ചില്ല. ഈ ബൺ പ്ലസ് ഇത് കൊള്ളായിരുന്നു, ബട്ടറൊക്കെ തേച്ച് കഴിക്കാൻ. ആൻഡ് ഈ ഒരു എന്താണ് ഈ ഒരു കേക്ക്, ഇതും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു കോഫി വാങ്ങി കുടിച്ചു. വല്ലാത്ത സുഖമായിട്ടായിരുന്നു, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ഞങ്ങൾ ഓർത്തു എന്തിനാണ്, വേണ്ടായിരുന്നു. ആൻഡ് ഒരു മിൽക്ക് ചോക്ലേറ്റും ആയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മീലും കഴിഞ്ഞു തന്നെ ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. ഞാൻ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. ഈ ഫ്ലൈറ്റിൽ കുറേ ജർമ്മൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി എയർപോർട്ടിൽ ഇമിഗ്രേഷന് വേണ്ടി പോവാണ് കേട്ടോ. ലൈക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പേടിയായി. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഫീലിങ്സൊക്കെ വന്നു. ഒരു എയർപോർട്ടാകുമെന്ന് തോന്നുന്നില്ലായിരുന്നു, അതിൽ കൂടെ നടന്നിട്ട് വേറെ എന്തൊക്കെയോ ആയിരുന്നു തോന്നുന്നത്. ആൻഡ് ദെൻ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വലിയ ക്യൂ ആയിരുന്നു. ദെൻ ഞങ്ങളുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി ഗൈസ്. ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് അതിന് ശേഷം ഉള്ള യാത്ര ഭയങ്കര ദുർഘടം പിടിച്ചതായിരുന്നു. 2 ട്രെയിനൊക്കെ കയറി പിന്നെ ടാക്സിയൊക്കെ കയറിയാണ് ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തിയത്. കുറേ ഓടി ഗൈസ്, ഓടി മടുത്ത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ജർമ്മനി ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോഴത്തേക്കും ബൈ.